നാളെയാണ് വിഷു. വിഷുവായിട്ട് നമ്മൾ വലിയ രീതിയിൽ കൈനീട്ട കൊടുത്താൽ എല്ലാവർക്കും വലിയ രീതിയിൽ നമുക്ക് വീട്ടിൽ നല്ല കിഡിലെ കണി സെറ്റ് ചെയ്താലോ? കണി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഇത്തവണ വിഷു നമ്മൾ എല്ലാ വർഷവും ആഘോഷിക്കുന്നേക്കാളും വലുതായിട്ടാണ് ആഘോഷിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് പടക്കം വാങ്ങിക്കണം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഇത് പണ്ട് എന്റെ നൊസ്റ്റാൾജിക് സാധനമാണ്. ഇതാണ്ട് പണ്ട് ബുക്കിൽ വെച്ചിട്ട് പൗഡർ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഇതിന്റെ കുഞ്ഞു വളരുന്നു. ഇത് മെയിൻ ആണ്, ഇത് വെക്കണം. അറിയാമോ എന്തെന്ന്? മയിൽപ്പീൽ. ഇന്ത്യയുടെ പക്ഷി ഏതാ? പീകോക്കിന്റെ ലീഫാണ്. മാമാ ആയുധം. ഞാൻ കട്ടപ്പോയി. അപ്പൊ നീ ആര്? ശിവഗാമി. ഞാൻ ബാഹുബലി. ശിവഗാമി ദേവി സാക്ഷിയാണ്. ജീവത്രം ചെയ്യാൻ മടിക്കില്ല എന്ന് ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എന്നെ തൂക്കെടുത്തിങ്ങനെ. വിഷു പ്രമാണിച്ച് നമ്മൾ എല്ലാ വീട്ടിലും കൈനീട്ടം കൊടുക്കാൻ പോകുന്നത് എങ്ങനെയെന്ന് അറിയാമോ? അതൊരു കുഞ്ഞു കൈനീട്ടല്ല, ഒരു വലിയ തന്നെ കൈനീട്ടം നമുക്ക് കൊടുക്കേണ്ടി വരും. എല്ലാവരുടെ വീട്ടിലും എന്താണോ വലുതായിട്ട് വേണ്ടത് അതെല്ലാം നമ്മൾ കൈനീട്ടമായിട്ട് കൊടുക്കാൻ പോകുന്നത്. നിന്റെ വീട്ടിലത്തേക്ക് എന്താണ് വേണ്ടത്? ഓക്കെ, വാവയ്ക്ക് ഒരു കൂളർ. വേറെ എന്തെങ്കിലും വേണം? ബെഡ്. ഓക്കെ, നമ്മൾ ഇങ്ങനെ സാധനങ്ങളൊക്കെയാണ് കൈനീട്ടം കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ വാവ ബെഡും കൂളറും പറഞ്ഞു. ഇനി കൂടുതൽ പറഞ്ഞാൽ മണ്ടയിൽ കൊള്ളുന്നതായിരിക്കും. നമ്മൾ ജിത്തു ചാച്ചൻ്റെ വീട്ടിലത്തേക്ക് നമ്മൾ AC മേടിക്കാം. നമുക്ക് അനന്തു ചാച്ചൻ്റെ ചോദിച്ചിട്ട് അനന്തു ചാച്ചൻ്റെ വീട്ടിലത്തേക്ക് എന്ത് വേണമെന്ന് ചോദിക്കാം. ഇവനെല്ലാരും വാങ്ങിക്കണമെന്ന്. എത്ര വില? എത്ര? 35 രൂപ. 35 രൂപയുള്ള വേണ്ട. ക്വാളിറ്റി കൊള്ളത്തില്ല. വലിയ വയർ, അതുകൊണ്ട് വേണ്ട. 1 രൂപ. എന്നാലും വേണ്ട. ഭയങ്കര കൺഫ്യൂസ്. എന്ത് മേടിക്കണം. ഞാൻ വീട്ടിലത്തേക്ക് എല്ലാം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. നിന്റെ വീട്ടിലേക്ക് നിനക്ക് എന്താണ് അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കാൻ? അതായത് കൈനീട്ടമായിട്ട് ഞാനൊരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കൊടുക്കാം. ദാറ്റ്സ് ഗുഡ്. ജിത്തുചാൻ വീട്ടിൽ കൺഫേം ആയി. ജിത്തുചാൻ വിളിച്ച് പറഞ്ഞു AC മതിയെന്ന്. അനന്തുചാൻ കൺഫ്യൂസ്ഡ് ആണ്. അനന്തുചാൻ AC വേണോ, ഫ്രിഡ്ജ് വേണോ, ഡൈനിങ് ടേബിൾ വേണോ, അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാനും കേസ് എന്താണെന്ന് ആലോചിക്കട്ടെ വീട്ടിലത്തേക്ക്. ഞാൻ വീട്ടിൽ AC മേടിക്കുന്നില്ല. ഞാൻ വീട്ടിൽ വേറെ എന്തെങ്കിലും യുണീക്കായിട്ട് മേടിച്ചാലോ എന്ന് ആലോചിക്കുന്നു. യുണീക്കായിട്ട് ഞങ്ങൾ അമ്മയെ വിളിച്ച് ആദ്യം ഞാൻ ജസ്റ്റ് വീട്ടിൽ എന്തില്ല എന്ന് വെറുതെ ഇട്ടൊക്കെ അമ്മ പറഞ്ഞു കുക്കർ മേടിച്ചിട്ടോ. കുക്കർ അമ്മ ഇഷ്ടപ്പെടും. ഒരു കുക്കർ എടുത്താൽ 5 ലിറ്ററിന്റെ കുക്കർ. 5 ലിറ്റർ കുക്കർ. 5 ലിറ്റർ എന്ന് പറഞ്ഞാൽ നല്ല വലുതായിട്ടിരിക്കും. ഇത് 5 ലിറ്റർ ഒക്കെ ആയിരിക്കും. ഇത് അടയ്ക്കാൻ പറ്റത്തില്ല. ഇത് വാങ്ങിക്കട്ടെ. ഇത് അടയ്ക്കാൻ പറ്റത്തില്ല. അല്ലേ വാങ്ങിക്കായിരുന്നു. എനിക്കിത് ഫൈനലി ഞാൻ വീട്ടിലത്തേക്ക് ആലോചിച്ച് എന്തെടുത്തെന്ന് അറിയോ? ഇൻവെർട്ടർ. കറണ്ട് പോലെ TV എല്ലാം കാണാമല്ലോ. ഞാൻ ഇൻവെർട്ടർ എടുത്തില്ലേ. നീ വാവയ്ക്കൂടെ എന്താ നിത്യ കൂളർ ആണെന്ന് പറഞ്ഞില്ല. നീ ഒരെണ്ണം എടുക്കും. വിഷുവായിട്ട് നമ്മൾ പടക്കം പൊട്ടിക്കാതെ എന്ത് വിഷുവാണ്. അതുകൊണ്ട് നമ്മൾ പടക്കം മേടിക്കാൻ വേണ്ടിയിട്ട് വന്ന കേസ് നമ്മൾ ഇത്ര പടക്കം മേടിച്ചു. രാവിലെ സത്യം പറഞ്ഞാൽ നമുക്കിത് എങ്ങനെയാണ് കണി കാണുന്നതെന്ന് അറിയത്തില്ല. ഇതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. അപ്പം നമ്മൾ നമ്മുടേതായിട്ട് ഒരു രീതിയിൽ കണി കാണും കേസ്. ഒരു സെലിബ്രേഷൻ മൂഡ് കണി. നമ്മൾ ഇന്നലെ മേടിച്ച സാധനങ്ങളെല്ലാം വീട്ടുകാരെ കാണാതെ പുറത്തെല്ലാം സെറ്റ് ചെയ്യണം. നമ്മൾ ആദ്യം പോയിട്ട് അത് എടുത്തിട്ട് വരണം കേസ്. ആദ്യമായിട്ടാണ് കേസ് രാവിലെ എഴുന്നേറ്റ് പത്രമൊക്കെ വായിക്കുന്നത്.
ഗൈസ് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ കണി സെറ്റ് ചെയ്യാൻ പോവാണ്. കണി ഞാനാണ് കണി സെറ്റ് ചെയ്യണത്. ഞാൻ സത്യം പറഞ്ഞാൽ ഗൂഗിളിൽ നോക്കിയിട്ടാണ് കണി സെറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. എനിക്കറിഞ്ഞൂടാ, ചെയ്ത് നോക്കാം. എനിക്കറിഞ്ഞിട്ടത് എന്ത് ചെയ്യണം. ഇനി നമുക്ക് സാധനങ്ങൾ എടുത്ത് വെക്കാം. സ്വപ്നം കണ്ടതെല്ലാം നമ്മൾ മതമൈത്രി വെക്കാൻ പോകുന്നു. സ്നേഹം നോൽക്കും നാട് ഇങ്ങനെ എന്തോന്ന് ഒരു ഉദ്ദേശം വെച്ച് വെക്കാം നമുക്ക്. സ്പൈസസ് ശരിയും പറഞ്ഞ ഇതൊക്കെ എന്തിനാണ് വെക്കുന്നതെന്നുള്ള അതിന്റെ അർത്ഥം പോലും അറിയാണ്ട് വെക്കണേ. ഞങ്ങള് ഗൂഗിള് തോന്നുന്നു അറിഞ്ഞൂടാ, പക്ഷെ ഇങ്ങനെ വെക്കണമെന്ന് തോന്നുന്നു. സത്യമായിട്ട് വെക്കുമോന്ന് പോലെ അറിഞ്ഞൂടാ, പക്ഷെ സ്പൈസസും കാര്യങ്ങളൊക്കെ ഒരു അബണ്ടൻസിന്റെ സൈനാണ്. ആ തേങ്ങ എന്തിനാണ് പൊട്ടി വെക്കുന്നതെന്ന് പോലും അറിയാം. വയ്ക്കുമെന്ന് മാത്രം അറിയത്തുള്ളൂ. അപ്പൊ നമ്മൾ ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൽ ഇനി ഒരു വിളക്കൂടെ വന്ന എല്ലാം പക്ക ചൂടായ ഫുൾഫിൽ ആവുമെന്നാണ്. അപ്പം ഞാൻ പോയി റെഡി ആയിട്ട് വരാം. ഗൈസ്, നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലോറി നിറയെ സാധനം മേടിച്ചിട്ടുണ്ട്. നമുക്ക് അവരെ സർപ്രൈസ് ചെയ്യാം ഗൈസ്. രാവിലെ ഇത് എടുക്കാൻ പോയതാ, ഉച്ചയായി തിരിച്ചു വന്നപ്പോൾ. ഗൈസ്, അപ്പം നമ്മൾ ഫുൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അമ്മമാരെല്ലാവരെയും കണ്ണ് കെട്ടി കൊണ്ടുവരാം. ഗൈസ്, ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ വിഷുവിന്റെ ഒരു മണ്ണാങ്കട്ടെ അറിയത്തില്ല ഗൈസ്. നിങ്ങൾ കമന്റ് ഇടുക. സെറ്റ് ചെയ്തതുപോലെ എന്താ ഞങ്ങൾ ഈ ഗൂഗിളിൽ ഇമേജ് നോക്കി, ഇമേജിൽ എന്തുണ്ട് അതെടുത്ത് വെച്ചു. ഞങ്ങൾക്ക് അറിയത്തില്ല ഗൈസ്. നിങ്ങൾ കമന്റ് ഇടുക കറക്റ്റായിട്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞങ്ങൾക്ക് അടുത്ത വർഷം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അഥവാ വെച്ചത് കറക്റ്റ് ആണെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടാ സബ്സ്ക്രൈബർ. എല്ലാ വർഷവും വിഷുവായിട്ട് നിങ്ങൾ വലിയവരല്ലേ ഞങ്ങൾക്ക് എപ്പോഴും ഇത് തരുന്നത്. അപ്പൊ ഈ പ്രാവശ്യം തരണം കൈനീട്ടം. ഓ, ഞാൻ പണക്കാരൻ. 35 രൂപ കിട്ടി എനിക്ക്. 40 രൂപ കിട്ടി. അതെന്താണ് എന്റെ അച്ഛൻ എനിക്ക് 20 രൂപ വന്നിട്ട് ആനിക്ക് 50 രൂപ കൊടുത്തു. കള്ളക്കളി. നിങ്ങൾ കൈനീട്ടം തന്നേല്ലേ, ഇനി ഞങ്ങൾ ഒരു കൈനീട്ടം തരാം. എല്ലാരും കണ്ണടക്കി. എല്ലാരും ഉറങ്ങി. എല്ലാരും കണ്ണടച്ച് ഇവിടെ ഇരിക്കും. ഇരുന്നിട്ട് കണ്ണടച്ചാ മതി. കൈ എന്തെങ്കിലും തന്നാലും നമ്മളാണെങ്കിൽ അവരെ കണ്ണടച്ച് ഇരുത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യാം. നമ്മൾ ഇന്നലെ മേടിച്ച സാധനങ്ങളൊക്കെ ലോറിയുടെ കൊണ്ടിടാൻ പോണ്. ലോറിയുടെ കൊണ്ട് വെച്ചെടുക്കാം. ഇഷ്ടമുള്ള എടുക്കട്ടെ. ഇത് നല്ല വെയിറ്റ് ഉണ്ട്. നമ്മളെ രണ്ടുപേരെ കൊണ്ട് പറ്റത്തില്ല. കുറെ വേഗമാണ്. ഗൈസ്, നമ്മളിതെല്ലാം ഗിഫ്റ്റ് പേപ്പർ ഇട്ട് ഇത് ചെയ്യണം. ആരൊക്കെ എന്തൊക്കെ വന്ന് എടുക്കുമെന്ന് ഒരു പിടുത്തവും ഇല്ല. ഒരു 10 മിനിറ്റ് ഒരു വെയിലത്ത് നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്കും ചൂട്. അമ്മമാരൊക്കെ അവിടെ പോയിരിക്കും. ഓ, ഞാൻ നിന്റെ അമ്മ. പിച്ചക്കാരെ നമുക്ക് അവരെ എല്ലാരും വിളിച്ചിട്ട് വരാം. തുറക്കരുത്, കണ്ണു തുറക്കരുത്. ഞാൻ പറയുമ്പോ മാത്രം, എന്റെ സൗണ്ട് ഞാൻ പറയുമ്പോ മാത്രം കണ്ണു തുറക്കണം. വരി കണ്ണു തുറക്കരുത്. കണ്ണടച്ചു വെച്ചിരിക്കണം. ഞാൻ പറയാതെ കണ്ണു തുറക്കരുത്. കണ്ണു തുറന്നോ?
ഇതാണ് ഞങ്ങൾ തരുന്ന കൈനീട്ടം. നിങ്ങളുടെ മക്കള് ചൂസ് ചെയ്ത ഗിഫ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് അത് ഏതായിരിക്കും എന്ന് പോയി ഗസ് ചെയ്യാം. അത് തന്നെ. ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്ത് അമ്മ കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം. എല്ലാവരും അങ്ങനെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം. ഓരോരുത്തരായിട്ട് വേണം. ഞങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണോ നിങ്ങളുടെ ഒത്തുചേർന്ന് നോക്കാം. ആദ്യം പപ്പ പോയി. ഓക്കെ, അടുത്ത ഷെർലി ആന്റി. ഓക്കെ, ഷെർലി ആന്റി പോകുന്നു. അമ്മ പോകുന്നു. അമ്മ പോകുന്നു. ഒരു വീട്ടിൽ ഒരാളെ പോകാൻ പറ്റുമോ? ഒരു മോനെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ എത്ര പേര് പോകാൻ പറ്റൂ? നിങ്ങളുടെ മക്കൾ ഏതാണ് എടുത്തിട്ടുണ്ടാവുക ഗസ് ചെയ്തിട്ട് അപ്പൊ ഇത് തന്നെ സ്മിത്തിന്റെ അമ്മ ലാസ്റ്റ് പോയാൽ മതി. അമ്മയ്ക്ക് എല്ലാം അറിയാം. സ്മിത്തിന്റെ അമ്മ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് സ്മിത്തിന്റെ അമ്മയ്ക്ക് വരാൻ ചേച്ചി പോ. വലിയ പെട്ടി നോക്കിയാണ് ഇപ്പൊ നിൽക്കുന്നുള്ളത്. ഇവർക്കറിയില്ല വലിയ പെട്ടിനകത്താണ് കുഞ്ഞു സാധനം ഉള്ളത്. നിങ്ങളിൽ 4 പേര് കറക്റ്റ് സാധനം എടുത്തിട്ടുണ്ട്. 4 പേര്. ഞാനായിരിക്കും. ആ ഓക്കെ, കറക്റ്റ്. അത് തെറ്റിപ്പോയി. ശാരദ ആന്റി കറക്റ്റ്, വാവ കറക്റ്റ്, പപ്പ കറക്റ്റ്, ഷെർലി ആന്റി കറക്റ്റ്. ഷെർലി ആന്റിയുടെ എന്താണെന്ന് തുറന്നു നോക്ക്. ജിത്തു ഞാൻ പറഞ്ഞ AC മതിയെന്ന്. ആണ് AC മേടിച്ചത്. അടുത്ത ആരാണ് അൺബോക്സ് ചെയ്യാൻ പോണ? എന്താ ഗസ് ചെയ്താണ് പോയത്. പപ്പ ഗസ് ചെയ്തിട്ടാണ് പോയത്. അപ്പൊ ഈ വീട്ടിൽ ഇത് മാത്രം ഇല്ല. നിന്റെ അവസാനം നിനക്ക് അറിയാമല്ലോ. അൺബോക്സ് ചെയ്യാൻ ആന്റി. എന്താ ഞാൻ പറഞ്ഞ നിങ്ങള് വൈകിട്ട് ഇവിടെ പോയിരിക്കണമെന്ന് ബീച്ചിൽ. ഞങ്ങളുടെ അച്ഛനെ എന്തായിരിക്കും അതിനകത്ത് അതിന് മനസ്സിലാവുന്നില്ല അവർക്ക്. എനിക്ക് ഗ്യാസ് തീരാറായി, അതുകൊണ്ട് കിട്ടൂല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുക്കർ, ഇൻവെർട്ടറും ബാറ്ററിയും ഉണ്ട്. അവൻ തന്നെ വാങ്ങിച്ചു. അത് നിങ്ങൾ കൊണ്ടുപോകണം. തരണം മാത്രമല്ല ഞങ്ങളുടെ ഇല്ലെങ്കിൽ ഇവിടെ വച്ചിട്ട് പോകും. ഇതൊരു AC. ഭക്ഷണ റൂമിൽ വെക്കണോ ജിത്തുവിന്റെ റൂമിൽ വെക്കണോ? ആദ്യം ആര് വരുന്നു നാട്ടിൽ? രണ്ടുപേരും ഒരുമിച്ച് കിടത്തി വിടാം. രണ്ടുപേരും ഒരു റൂമിൽ കിടത്തിവിടാം. അത് അങ്ങനെ തന്നെ, അത് അവർ അടിവെച്ച് കിടന്നോളൂ. സന്തോഷമുണ്ട്, നന്ദിയാണ്, സന്തോഷമുണ്ട്. ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വലിയ ഗിഫ്റ്റ് കിട്ടുമെന്ന്. വീഡിയോ എടുക്കണേ 1 മണിക്കൂർ മുന്നേ ചോദിക്കണം ഇൻവെർട്ടർ വാങ്ങണം കേട്ടാ. വീട്ടിൽ ഇൻവെർട്ടർ ഞാൻ എന്റെ സ്വന്തം കാശിന് വാങ്ങിച്ചോളാം മോനെ. ഞാൻ വാങ്ങിച്ചോളാം. ഓടുന്നു. പടക്ക ഇല്ലാതെ എന്ത് വിഷുവാണ് ഗൈസ്. വെടി പൊട്ടിക്കാൻ വേണ്ടിട്ട് എല്ലാരും ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നു. ഗൈസ് അടുത്ത് പീകോക്കിന്റെ വെടി. നിറയെ സമയം നിന്ന് വീട് ഫുള്ള് പുകയായി. വിഷു കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്മോക്കാണ് അടുത്ത് കത്തിക്കാൻ പോണം. ആനിയുടെ അതിബുദ്ധി കാരണം ആനി പറഞ്ഞു ഇവിടെ കത്തിക്കാൻ. ഇവിടെ അല്ല കത്തിക്കേണ്ടതെന്ന് തോന്നുന്നു. എന്റെ ഒരു ഇത് വെച്ച് ഇത് വായിക്കണത് ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ടോപ്പിലായിരുന്നു.
അയ്യോ 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 ഞങ്ങളുടെ അമ്മയുടെ കൈ പോയി ഗൈസ് ഞങ്ങൾ ഫാമിലി ഗോൾസ് ഒരുമിച്ച് കത്തിക്കാൻ പോവാണ് ഗൈസ്. ഈ പടക്കം സക്സസ്ഫുള്ളി ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഗൈസ്. അമ്മ അവിടെ നിന്ന് ആള് പേടിച്ച് അങ്ങനെ ഓടി. കത്തിക്കണം എന്ന് പറഞ്ഞാൽ മാസമായിട്ട് അവിടെ നിന്ന് കത്തിച്ച് കഴിഞ്ഞപ്പോ ആളെ കണ്ടില്ല അവിടെ. നമ്മൾ പടക്കം എല്ലാം പൊട്ടിച്ച് മടുത്ത്. ബാക്കി നമുക്ക് പിന്നെ പൊട്ടിക്കാൻ കഴിയും. പൊട്ടിക്കാനുള്ള ശക്തിയില്ല. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ ആനിമോൾക്ക് വാഴയിൽ ചാൻസ് കിട്ടുന്ന പറഞ്ഞ കുറെ പേജിൽ ന്യൂസ് വരുന്നുണ്ട്. അത് ആനി പോലും അറിയാത്ത ന്യൂസ്.